നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ, ഒരു ഉറ്റ ചങ്ങാതിയാണോ നിങ്ങളുടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വാല്യൂബിൾ ആണ്, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ പലർക്കും തോന്നുന്നുണ്ടായിരിക്കും എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയൊക്കെ ആയാൽ ബെസ്റ്റാണ്, നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? എൻ്റെ പങ്കാളി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ? അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നമ്മുടെ ഫിസിക്കൽ റിലേഷനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു റിലേഷൻഷിപ്പിലും ഇമോഷണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ റിലേഷനേക്കാൾ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഏതൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പ്രത്യേകിച്ച് ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ മാത്രമാണ് നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിലെന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറെ നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ട്ണറുടെ ഫ്രണ്ട്സ് ഏതൊക്കെയാണ്, നിങ്ങളുടെ പാർട്ട്ണറുടെ ഡ്രീംസ് എന്താണ്, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഹേർട്ട് ആവുന്ന കുറച്ച് വാക്കുകളോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരെ ട്രിഗർ ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു A to Z ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് അല്ലേ? നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യേണ്ട കുറേ വിഷയങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ലൈഫ് ലോങ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ നമ്മുടെ പാർട്ട്ണറെ മനസ്സിലാക്കുക എന്നുള്ളത്. അതിന് നിങ്ങളൊരു ടൈം കണ്ടെത്തിയിട്ട് മനസ്സിലാക്കുക തന്നെ വേണം. ഓക്കെ, ഫ്രണ്ട്ലി കോൺവെർസേഷൻ. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, രണ്ടുപേർക്കും താല്പര്യമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അതിനി ഒരു ഫാമിലി മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഒരു ഏതെങ്കിലും ബുക്കിനെ കുറിച്ചിട്ടായിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എന്തും ആവട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കാനുള്ള ടൈമായിട്ട് പോലും നിങ്ങൾക്ക് കണ്ടെത്താം. എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ടൈമായിട്ട് കൂടി കണ്ടെത്താം. എന്തായാലും ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനിൽ ഫൺ ഉണ്ടാവാം അല്ലേ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ നന്നായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്നതായിരിക്കും, നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ ചിരിച്ച് കളിച്ച് നടക്കുന്നതായിരിക്കും. പക്ഷെ ഒരു ഫാമിലി ലൈഫിലോട്ട് എത്തുമ്പോൾ, നമ്മളൊരു പാർട്ട്ണർ ആയിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ പാർട്ട്ണറെ നമുക്ക് പേടിയാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാണ്ടായി പോകും അല്ലേ? ആ ഒരു ഫ്രണ്ട്സിനായിട്ട് കിട്ടുന്ന അതേ ഒരു ഫ്രീഡവും ആ ഒരു എൻ്റർടൈൻമെൻറ്റും നമ്മുടെ പാർട്ട്ണറടുത്തും കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക കേട്ടോ. അതുപോലെ ഒരുമിച്ച് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരുമിച്ച് ഒരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എന്തും ആയിക്കോട്ടെ, ഒരു ഡേറ്റിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഒരുമിച്ച് കുക്ക് ചെയ്യാം, ഒരുമിച്ച് ട്രാവൽ ചെയ്യാം. ഈ ഒരുമിച്ച് കുക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന പല പാർട്ട്നേഴ്സും ഭയങ്കര വിയേർഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുമിച്ചൊക്കെ എങ്ങനെ കുക്ക് ചെയ്യുന്നത്? പക്ഷെ ഇപ്പോഴേ കുറേ മാറിയല്ലേ, പാർട്ട്നേഴ്സൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന എത്രയോ പാർട്ട്നേഴ്സ് ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ എടുത്താൽ വരെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ സോഷ്യൽ മീഡിയ ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്കത് കാണുമ്പോൾ യെസ് ഓഫ് കോഴ്സ് അത് നല്ലൊരു വിഷയം തന്നെയാണ് അല്ലേ? അപ്പോൾ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ലൈഫിലൊക്കെയാണ് ഫാദറിലോ മദറിലോ ഒക്കെ എന്ത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു ഇതിൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാറില്ല. പക്ഷെ ആ ഒരു ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണറെ സഹായിക്കാം, ഒരുമിച്ച് കുക്ക് ചെയ്യാം, ട്രാവൽ ചെയ്യാം, എന്തും ആയിക്കോട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സമയത്തുള്ളൊരു കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക കേട്ടോ. ചെവി കൊണ്ട് കേൾക്കുന്നതിനേക്കാൾ ഉപരി മനസ്സുകൊണ്ട് കേൾക്കാനായിട്ട് നോക്കും. നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്കൊരു മോട്ടിവേഷനായിട്ട്, നമ്മുടെ ഒരു കൈത്താങ്ങായിട്ട്, നമ്മുടെ സങ്കടങ്ങളിലൊക്കെ ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെയുള്ളവരായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ പാർട്ട്ണർ. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ബോണ്ടിങ് നമ്മുടെ പാർട്ട്നേഴ്സിനിടയിൽ ഉണ്ടായിരിക്കണം. ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കണം. എന്ത് പ്രശ്നം വന്നാലും കൈവിടില്ല, അങ്ങോട്ടും ഫുള്ളി സപ്പോർട്ട് ചെയ്ത് മിസ്റ്റേക്കുകൾ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി കൊടുത്ത ഒരു മോട്ടിവേറ്റഡ് പേഴ്സൺ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സായിട്ട് ഇരിക്കുന്ന സമയത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം കേട്ടോ. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതോടെ തീർന്നു. അപ്പോൾ എന്ത് സിറ്റുവേഷൻ വന്നാലും കുറ്റപ്പെടുത്തലുകളൊക്കെ പിന്നെ നിങ്ങൾ പ്രൈവറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞ് തിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങളായിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫുൾ ഫണ്ണായിരിക്കണം. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കിട്ടുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നമുക്ക് കളിച്ചിരിയും തമാശകളൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഒരു ഫൺ ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു പ്ലേഫുൾനെസ് ഉണ്ടാവും അല്ലേ?
ആ ഒരു പ്ലേഫുൾനെസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ വേണം. അപ്പോൾ മാത്രമാണ് നമുക്കൊരു സ്ട്രെസ് റിലീഫ് ആ ഒരു റിലേഷൻഷിപ്പിലൂടെ കിട്ടുള്ളൂ. അല്ലാണ്ട് എപ്പോഴും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിചാരിച്ച് ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളും ഓഫീസ് വർക്കും കാര്യങ്ങളും അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു സ്ട്രെസ്സായിട്ട് ഹെക്റ്റിക്കായിട്ട് നമ്മുടെ ഫാമിലി ലൈഫ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ എപ്പോഴും അടിയിടിയും ബഹളം പ്രശ്നം മാത്രമായിരിക്കും. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഫാമിലി പ്ലാനിങ് ഉണ്ടായിരിക്കും, വർക്കും കാര്യങ്ങളുണ്ടായിരിക്കും, പാരൻറ്റിങ് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഇടയിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പ്ലേഫുൾനെസ്, ഒരു ഫൺ, കളിയും ചിരിയും തമാശയും പറയാനുള്ള ആ ഒരു സ്പേസ് അതുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മളൊന്ന് റിലീഫ് ആവുന്നത്, സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് അയഞ്ഞു വരുന്നത് അപ്പോഴായിരിക്കും. നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ആവും, നമ്മുടെ നെഗറ്റീവ് എനർജീസ് ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലേഫുൾനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു സ്പേസ് നമുക്ക് കിട്ടുള്ളൂ. ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മളൊരു ഫുള്ളി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മാരേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാത്ത ഒരാളാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെക്സിബിളായിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഈവൻ ഇനിയിപ്പോൾ നമ്മൾ മുന്നേ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലോട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരിക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്, അത്ര ഈസി ഒന്നും അല്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ സ്പേസ് എല്ലാവരും കൊടുത്തോളണം എന്നൊന്നുമില്ല. ചിലർ പറയും നമ്മൾ അത്രയും സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കയറിയിരുന്ന് നിരങ്ങുമെന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത്രയും സ്പേസ് കൊടുത്താലാണ് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ആരില്ലെങ്കിലും കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ആ ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യം വേറെ ഒന്നുമില്ല അല്ലേ. നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. നമ്മളൊന്ന് എന്ത് പ്രശ്നം വന്നാലും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, ഇനി അങ്ങോട്ട് എൻ്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ആ ഒരു പ്ലേഫുൾനെസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കൂ കേട്ടോ.